നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് വിജയം. കളി ഇഞ്ചുറി ടൈമിൽ ബോൾസ് ഗോളടിച്ച് സമനിലയായി എന്ന് കരുതിയതാണ്. തൊട്ടടുത്ത നിമിഷത്തിൽ യുവതാരം കോബി മൈനോ നേടിയ ഗോളിനാണ് യുണൈറ്റഡ് വിജയിച്ചത്. 3-4 വിജയമാണ്. ബോൾസിൻ്റെ മൈതാനത്താണ് കളി നടന്നത്. യുണൈറ്റഡിന് വേണ്ടി റാഷ്ഫോർഡ് ഗോളടിച്ചു. കുറേ വിവാദങ്ങൾ കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും അദ്ദേഹം ഗോളടിച്ചിരിക്കുന്നു. റാഷ്ഫോർഡും ഹോയ്ലൻഡും അവർക്ക് ലീഡ് നേടിക്കൊടുത്തതാണ്. പിന്നീട് രണ്ടാം പകുതിയിൽ പക്ഷേ വോൾസ് ഗോൾ മടക്കിയെടുക്കുന്ന കാഴ്ചകൾ കണ്ടു. കളി ഇഞ്ചുറി ടൈമിൽ 3-3 സമനില. എന്നാൽ ഒടുവിൽ യുണൈറ്റഡ് വിജയിച്ച് കയറി. മത്സരത്തിൽ റാഷ്ഫോർഡിലൂടെ 5-ാമത്തെ മിനിറ്റിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആദ്യം ഗോളടിച്ചു. 22-ാമത്തെ മിനിറ്റിൽ ഹോയ്ലൻഡിൻ്റെ ഗോൾ. ഏകപക്ഷീയമായ 2 ഗോളുകൾക്ക് ഇടവേള സമയത്ത് അവർ മുന്നിലായിരുന്നു. രണ്ടാം പകുതിയിൽ 71-ാമത്തെ മിനിറ്റിൽ സറാബിയ പെനാൽറ്റിയിലൂടെ വോൾസിനായിട്ട് ഒരു ഗോൾ മടക്കി. പക്ഷേ സ്കോട്ട് മാക്ടോമിനായി 75-ാമത്തെ മിനിറ്റിൽ നേടിയ ഗോളോടെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് 3-1 ലീഡിലേക്ക് പോയി. പക്ഷേ 85-ാമത്തെ മിനിറ്റിൽ കിൽമാനും പിന്നെ കളി അവസാനിക്കാനുള്ള ഘട്ടത്തിൽ പെഡ്രോ നെറ്റോയും ഗോളടിച്ചപ്പോൾ കളി 3-3 വോൾസ് ഒരു പോയിന്റ് നേടും, പോയിന്റ് ഷെയർ ചെയ്യപ്പെടും എന്ന് തോന്നിച്ച ഘട്ടത്തിലാണ് കോബി മൈനോയുടെ ആ ഒരു ഗോൾ പിറക്കുന്നത്. യുവതാരത്തിൻ്റെ ആദ്യ പ്രീമിയർ ലീഗ് ഗോളാണ്. ആ ഗോളോടുകൂടി യുണൈറ്റഡ് 3-4 വിജയിച്ചുകൊണ്ട് 3 പോയിന്റും സ്വന്തമാക്കിയിരിക്കുകയാണ്. എന്തായാലും ഇതോടുകൂടി ടെൻ ഹാഗിൻ്റെ ടീമിന് 22 കളികളിൽ നിന്ന് 35 പോയിന്റാണ്. അവരിപ്പോൾ 7-ാം സ്ഥാനത്താണുള്ളത്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് കൊണ്ടുവെത്താം.